إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ പരസ്പരമുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മറ്റൊരു ബന്ധമാണ് കുടുംബ ബന്ധമെന്നത്. പുതിയ കാലമെന്നത് കുടുംബ ബന്ധത്തിനൊരു വിലയും കൽപ്പിക്കാത്ത, ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ കുടുംബ ബന്ധത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും പഠിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരുടെയെങ്കിലും റിസ്ക്, ഉപജീവന മാർഗം വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വയുൻസഅ ലഹു ഫീ അഥരിഹി, തന്റെ ആയുസ് ദീർഘിച്ചു കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫല്യത്തഖില്ല, അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ, വല്യസിൽ റഹിമ, അവനവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ.
2 കാര്യങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിന്റെ റിസ്ക് ലഭിക്കാൻ കുറേ അസ്ബാബുകളുണ്ട്, കാരണങ്ങളുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ പറയുന്ന പേരാണ് റിസ്ക്. അത് കിട്ടാൻ അള്ളാഹു ഒരുപാട് കാരണങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുടുംബ ബന്ധം ചേർത്താൽ പടച്ചോ നിങ്ങളെ റിസ്ക് മുടക്കൂല, അതിൽ വിശാലത തരും. നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സമ്പാദ്യത്തിൽ പടച്ചോന്റെ ബറക്കത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ നമുക്ക് പറ്റൂ. നമ്മുടെ നാട്ടിൽ പല മനുഷ്യന്മാരെ നമുക്ക് കാണാം, ലക്ഷക്കണക്കിന് ഉറുപ്പിക ശമ്പളം വാങ്ങുന്നുണ്ട്. ഒരു മാസം തികയുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതെന്താ? അത് കിട്ടിയ സമ്പത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അത് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? അവനാന്റെ സ്വന്തം വാപ്പാനോട് ഉമ്മാനോടുള്ള ബന്ധം, സ്വന്തം സഹോദരങ്ങളോടുള്ള ബന്ധം, നമ്മുടെ കുടുംബ ബന്ധം അത് ചേർക്കുന്നിടത്ത്, അത് പരിപാലിക്കുന്നിടത്ത്, അത് നല്ലപോലെ കൊണ്ടുപോകുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ അതിലൊക്കെ ബറക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം അല്ലാഹ് തരും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ ആയുസ് വർദ്ധിച്ചു കിട്ടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്, നമ്മുടെ ആയുസ് വർദ്ധിച്ചു കിട്ടാൻ അല്ലാഹ് നിശ്ചയിച്ച കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതിലൊന്നാമത്തത് ആയുസ്സിലുള്ള വർധനവ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തത്, നമ്മൾ എത്ര കാലമാണ് ഇവിടെ ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന കാലം അത്രയും ജീവിതം അടയാളപ്പെടുത്തി ലോകത്തോട് വിട പറയാൻ സാധിക്കുക. എത്ര കുറഞ്ഞ കാലം ഇവിടെ ജീവിച്ചാലും ആ ജീവിതം അടയാളപ്പെടുത്തി മരിക്കാൻ കഴിയാം. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നതാണ് ജീവിതത്തിൽ ആയുസ്സിൽ വർധനവ് ലഭിക്കുക എന്നതിന്റെ ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം എന്താ അറിയുക? നമുക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നതാണ്. ഇത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ മഹത്വം പറയുന്ന ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്, അള്ളാഹുവിന്റെ കൂലി മാത്രമാണ്. എന്നാൽ ദുനിയാവിൽ തന്നെ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ നമ്മളെല്ലാവരും ഖുതുബത്തുൽ ഹാജയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ് വത്തഖുല്ലാഹ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നവനാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സഹാബിമാർ ഈ ആയത്തിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്? വത്തഖൂ അൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അൻ തഖ്തഊഹാ, അത് മുറിയുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബ ബന്ധം മുറിഞ്ഞു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയാൻ വലാകിൻ ബിർറുഹാ, ആ കുടുംബത്തിന് നിങ്ങൾ നന്മകൾ ചെയ്യണം. വസിലൂഹാ, ആ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കുകയാണ് വേണ്ടത്, അതൊരിക്കലും മുറിച്ചു കളയരുത്. കുടുംബ ബന്ധം ചേർക്കുന്ന പണിയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു പണി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാരഥന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, കുടുംബക്കാർക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആനിൽ ഒരുപാട് തവണ വിശദീകരിച്ചത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന,
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയായി പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? വആതിദൽ ഖുർബാ ഹഖഹു, കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നാണ് പറയുന്നത്. കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. സൂറത്തു റൂമിൽ അല്ലാഹു പറയുന്നുണ്ട് വആതിദൽ ഖുർബാ ഹഖ, കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം. എന്താണ് അവർക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ, കുടുംബക്കാർക്ക് കൊടുക്കേണ്ട അവകാശം എന്താണ്? അതാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് വഅതി അയ്യുഹൽ മുഅ്മിൻ, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ കൊടുക്കണം, അൽ ഖരീബ്, കുടുംബക്കാർക്ക് നിങ്ങൾ കൊടുക്കണം, ഹഖഹു അവരുടെ അവകാശം. അതെന്താണ്? മിൻ സിലത്തി റഹിമിഹി, അവരോടുള്ള ബന്ധം ചേർത്തുകൊണ്ട് അവർക്കുള്ള അവകാശം നിങ്ങൾ അവർക്ക് കൊടുക്കണം. നമ്മുടെ കുടുംബക്കാർക്ക് അവരുടെ ബന്ധം ചേർത്തുകൊണ്ട് അവരോടുള്ള അവകാശം നമ്മൾ കൊടുക്കണമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞ അവരുടെ അവകാശം കൊടുക്കുക എന്നത് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ, പ്രവാചകന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞൊരു ഗുണം അതെന്താണ്? കുടുംബബന്ധം ചേർക്കുക എന്ന ഗുണമാണ്. നിങ്ങൾ നോക്കൂ, അബൂ സുഫിയാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഹിറക്കൽ ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോയി സംസാരിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട് ആരോട്? അബൂ സുഫിയാനോട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പാണ് ഇത് ചോദിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഇത് വിശദീകരിച്ചു തരുന്നത് നമുക്ക് കാണാം. ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യം എന്താണ്? മാദാ യഅ്മുറുക്കും മുഹമ്മദ്, മുഹമ്മദ് എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? ഉടനെ തന്നെ മഹാനായ അബൂ സുഫിയാൻ, അന്ന് മുസ്ലിമാകുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ ഹിറക്കൽ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ വാചകം ഇതാണ്: മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞത് ഉഅ്ബുദുല്ലാഹ് വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. വത്റുകൂ മാ യഖൂലു ആബാഅകും, നിങ്ങളുടെ പിതാക്കൾ പറയുന്ന സംസാരിക്കുന്ന തെറ്റായത് നിങ്ങൾ ഉപേക്ഷിക്കണം. വയഅ്മുറുന സ്വലാ, ഞങ്ങളോട് നമസ്കാരത്തെ കൽപ്പിച്ചു. വസ്സിദ്ഖി വല്ലഫാഫ്, സത്യസന്ധത ഞങ്ങളോട് കൽപ്പിച്ചു. ലൈംഗികമായ വിശുദ്ധി ഞങ്ങളോട് കൽപ്പിച്ചു. വസ്സില, കുടുംബബന്ധം ചേർക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചെന്ന് മുസ്ലിമാകുന്നതിന് മുമ്പ് അബൂ സുഫിയാനാണ് ഹിറക്കൽ കൊട്ടാരത്തിൽ വെച്ച് രാജാവിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നത്. ആരാണ് മുഹമ്മദ്? മുഹമ്മദ് എന്താണ് കൽപ്പിക്കുന്നത്? ഞങ്ങളോട് കുടുംബബന്ധം ചേർക്കണമെന്ന് കൽപ്പിക്കുന്നവരാണ്, ഞങ്ങളോട് സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങളോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങളോട് ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകന്റെ പ്രത്യേകതയാണ്. ഇത് ഒരു രാജാവിന്റെ സന്നിധിയിൽ വെച്ച് മുസ്ലിമാകുന്നതിന് മുമ്പ് പറയാൻ. ഇങ്ങോട്ട് നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വഹയിന്റെ ആദ്യാക്ഷരങ്ങൾ കേട്ടുകൊണ്ട് ജിബ്രീൽ എന്ന മലക്കിനെ കണ്ട് പേടിച്ച് വറങ്ങലിച്ച് വീട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വറങ്ങലിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണം, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണം, ഖദീജ. ഖദീജയുടെ വീട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് കടന്നു വരികയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ പുതപ്പിട്ട് മൂടിക്കൊടുത്ത് പ്രവാചകനെ അടുത്തേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് അവിടെ കിടത്തിക്കൊണ്ട് സമാധാനത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് മുഹമ്മദ് നബി? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലഖദ് ഖശീതു അലാ നഫ്സി, ഖദീജ ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് പേടിച്ചു ഖദീജ, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചു ഖദീജ, ഞാൻ അത്രയും വലിയ കാഴ്ചയാണ് ഖദീജ കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാചകം മനസ്സിലേക്ക് വെക്കണം പ്രിയപ്പെട്ടവരെ.
അള്ളാന്റെ റസൂല് ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് പറയുന്നു ഖദീജ ബീവി, കല്ലാ കല്ലാ വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദാ. അള്ളാന്റെ റസൂലിനോട് ഖദീജ ബീവി പറയാണ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വഷളാക്കുകയില്ല, നിന്ദിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിമാ, അങ്ങ് കുടുംബബന്ധം ചേർത്തവരാണ്. വതഹ്മിലുൽ കല്ലാ, പ്രയാസങ്ങൾ അകപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ വഹിച്ചവരാണ്. വതക്സിബുൽ മഅദൂം, സമ്പത്തില്ലാത്തവന് സമ്പത്ത് നേടിക്കൊടുത്തവരാണ്. വതുഖിരിൽ ലൈഫ്, അതിഥികളെ ആദരിച്ചവരാണ്. വതുഈനു അലാ നവാഇബിദ് ദഹരി, കാലത്തിന്റെ വിപത്തുകൾ ബാധിച്ചുകൊണ്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തവരാണ് അങ്ങ്. ആദ്യമായി പ്രവാചകനോട് പറഞ്ഞത് അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അസ്വസ്ഥനായി നിന്ന പ്രവാചകന്റെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ കുളിർമഴയായി ലോകത്തിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പെയ്തിറങ്ങി. ഇതൊരു സമാധാനാണ്. മരിക്കുമ്പോൾ പോലും പറയാണ് എന്റെ ഖദീജ, എന്റെ ഖദീജ. ഭാര്യമാര് ചോദിക്കാണ്, അള്ളാന്റെ റസൂലെ നിങ്ങൾക്ക് ഖദീജയല്ലാതെ വേറെ ഭാര്യമാരില്ലേ? അള്ളാന്റെ റസൂല് പറയാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച സമയത്ത്, എല്ലാവരും എന്നെ കള്ളനെന്ന് വിളിച്ച സമയത്ത് എന്നെ ചേർത്തു പിടിച്ചത് എന്റെ ഖദീജയാണ്, എന്നെ മാറോട് ചേർത്തു പിടിച്ചത് എന്റെ ഖദീജയാണ്. എന്റെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങിയത് എന്റെ ഖദീജയാണ്. എന്തൊരു മനോഹരമാണ് ആ ജീവിതം. അതാണ് ഇസ്ലാം പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർത്ത ആളാണ്, നിങ്ങളുടെ നന്മ ചെയ്ത ആളാണ്. ആദ്യം പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ കുടുംബബന്ധം ചേർത്ത ആളാണ്. നമ്മളോട് ചോദിക്കാം, നമ്മുടെ വാപ്പാനോട് ഉമ്മാനോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ എളാപ്പ മൂത്താപ്പാരോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ ഇളയമ്മ മൂത്തമ്മമാരോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മളെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ എവിടെയാണ്? നമ്മൾ ആയുസ് ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് MD ആയ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുള്ളൂ. എന്നാലേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം എന്താ? പെട്ടെന്നൊന്നും മരിക്കരുത്. അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ആയുസ് കിട്ടണോ, നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർത്തോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളുടെ ഒരു പ്രധാന സ്വഭാവമായി പഠിപ്പിച്ചൊരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സിലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം. വലൗ ബിസ്സലാം, സലാം പറഞ്ഞിട്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം. ഒരു മൊബൈൽ എടുത്തിട്ട് പോകാൻ പറ്റാത്തൊരു കുടുംബത്തിലെ കുടുംബക്കാരനോട് ഫോണിൽ വിളിച്ചിട്ട് ഒരു സലാം പറയാൻ പോലും ആളുകൾക്ക് സമയമില്ല. ഏറ്റവും അടുത്ത ബന്ധങ്ങളോടൊരു സലാം പറയാൻ പോലും ഇന്ന് സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അതിനെ മുഴുവനും നിങ്ങൾ നനക്കണം, അത് നനച്ചു വളർത്തണം. എങ്ങനെ? വലൗ ബിസ്സലാം, സലാം കൊണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങളൊന്ന് നനക്കണം, ആ ബന്ധം നിങ്ങൾ നിലനിർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബത്തിൽ നിരന്തരം ബന്ധപ്പെടേണ്ട കുടുംബങ്ങൾ ഉണ്ടാകും, മുറിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകും. അതൊക്കെ പാലിക്കാനും നിലനിർത്താനും സന്ദർശിക്കേണ്ട ബന്ധങ്ങൾ ഉണ്ടാകും, അത് സന്ദർശിക്കാനും നമുക്ക് കഴിയണം. സലാം കൊണ്ട് നിലനിർത്തേണ്ട ബന്ധങ്ങൾ ഉണ്ടാകും, അത് അങ്ങനെ നിലനിർത്താൻ നമുക്ക് കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസിയുടെ പ്രത്യേകതയായി പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ ഹദീസ് നമ്മളൊക്കെ പഠിക്കണം, വെറുതെ പറഞ്ഞു പോകുന്നതല്ല.
ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ഒരു മിമ്പറിന്റെ മുകളിൽ നിന്ന് ഖുതുബ കേട്ടിട്ട് എന്തെങ്കിലും കേട്ടുപോകുന്ന രീതി നമുക്ക് ഉണ്ടാകരുത്. കേൾക്കുന്ന കാര്യം പരമാവധി നമ്മളെ ജീവിതത്തെ പകർത്താൻ നമുക്ക് കഴിയണം. എന്തിനാ ഒരു 15 മിനിറ്റ് നമ്മൾ ഖുതുബ കേൾക്കുന്നത്? എന്തിനാ ഈ ഒരു ഇബാദത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത്? അത് കേൾക്കാനും പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനുമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരാണോ വിശ്വസിക്കുന്നത്, ഫല്യുക്രിം വൈഫ, അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ, വൽയസിൽ റഹിമ, അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താ അറിയോ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും നമ്മൾ വിശ്വസിക്കുന്നവരാണോ നമ്മൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. കുടുംബബന്ധം മുറിച്ച് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബബന്ധം മുറിച്ചവന്റെ സദസ്സിൽ നിന്ന് ആകാശത്തിലേക്ക് പ്രാർത്ഥന പോലും ഉയരില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതറിയാനും മനസ്സിലാക്കാനും ഇനി നമ്മൾ പിന്നോട്ട് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദുല്ലനി അലാ അമലിൻ, അല്ലാഹുവിന്റെ റസൂലേ ഒരു പ്രവർത്തനം അറിയിച്ചു തരുമോ? അഅമലുഹു യുദ്നീനി മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ? വയുബാഇദുനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നന്മ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാണ്, തഅബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? വതുഖീമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തണം. മൂന്നാമത്തെ എന്താണ്? വതുഅതിയ സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. നാലാമത്തെ എന്താണ്? വതസിലു ദാ റഹിമക്, നിന്റെ കുടുംബ ബന്ധത്തോട് ആ ബന്ധം നീ ചേർക്കണം. ഈ 4 കാര്യങ്ങൾ വഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി, ആ സ്വഹാബി ഇത് കേട്ട് സദസ്സ് അങ്ങോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, സഹാബത്തെ ഈ പറഞ്ഞ 4 കാര്യം ആരെങ്കിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിച്ചു, അവൻ സ്വർഗത്ത് പ്രവേശിച്ചു. ഒരിക്കൽ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്തിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഭാഗമാണ് കുടുംബബന്ധം ചേർക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞപ്പോ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുസ്സലാം. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അയാൾ മുനാഫിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ്, എനിക്കൊന്ന് മുഹമ്മദിനെ കാണണം. എന്താണ് മുഹമ്മദിന് പറയാനുള്ളത് എന്നൊന്ന് അറിയണം. ആരും അറിയാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവിടെ നിന്നൊക്കെ സഹാബിമാര് പറഞ്ഞു, ഖദിമ റസൂലുള്ളാഹ്, റസൂലുള്ള വന്നു. അങ്ങനെ ജനങ്ങൾ മുഴുവനും പ്രവാചകന്റെ നേരെ നിൽക്കുന്ന സമയത്ത് ഞാൻ അതിനിടയിലൂടെ പ്രവാചകന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. ഫലമ്മ തബയ്യൻതു വജ്ഹ, അദ്ദേഹത്തിന്റെ മുഖത്തൊന്ന് നോക്കിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, ലൈസ ബിവജ്ഹിൻ കദ്ദാബ്, ഇതൊരു കള്ളന്റെ മുഖമല്ല. നഊദു ബില്ലാഹ്, ഇതൊരു കള്ളന്റെ മുഖമല്ല, ഇതൊരു സത്യസന്ധന്റെ മുഖമാണ്. എന്നിട്ട് അദ്ദേഹം കാത്തിരുന്നു എന്തു പറയുന്നു എന്ന് കാത്തിരുന്നു. അവിടുന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആദ്യമായി പറഞ്ഞ വാചകം എന്താണ്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം. രണ്ടാമത്തെ പറഞ്ഞ എന്താ അറിയോ? വഅത്ഇമുത്ത്വാം, നിങ്ങളിലെ പാവങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. മൂന്നാമത് പറഞ്ഞ എന്താ അറിയോ? വസിലു അൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു, തദ്ഖുലു അൽ ജന്ന ബിസലാം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇത് കേട്ട ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് ഞാൻ വിചാരിച്ച ആളല്ല, സത്യസന്ധനാണ്, പറയുന്നതെല്ലാം കറക്റ്റാണ്, പറയുന്നതെല്ലാം സത്യസന്ധമാണ്, ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. എന്നാൽ ഈ ഇസ്ലാം, ഈ മുസ്ലിമിന്റെ പ്രത്യേകത നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് മുസ്ലിമാകാൻ, ഇസ്ലാമിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ നന്മകളും അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പോലെ കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കൾക്ക് അല്ലാഹു നിർഭയത്വവും സുരക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുദ്സ് വിജയിക്കാനുള്ള ഇച്ഛാശക്തിയും ഖുവ്വത്തും ശക്തിയും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും പരാജയപ്പെടാതെ, നിരാശരാവാതെ, നിഷ്ക്രിയരാവാതെ പിടിച്ചു നിൽക്കാൻ, അതിജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.